രോഹിത് ശർമ്മയുടെ ഒരു പ്രതികരണം കേട്ടില്ലേ? അതൊരു പ്രൊമോ ഷൂട്ടായിരുന്നു. ഒരു വേൾഡ് കപ്പിന് മുന്നേ ഒരു പ്രൊമോയായി ഇറക്കിയതാണ്. അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ആ ബൈറ്റ് ആദ്യം കേട്ടിട്ട് വരാമോ? രോഹിത് ശർമ്മ പറഞ്ഞത് ഇത് ഹിസ്റ്ററി ക്ലാസ് അല്ല, ചരിത്രം പലതാണ്. കാരണം തുടരെ 2 വട്ടം ഒരു രാജ്യവും കപ്പടിച്ചിട്ടില്ല. ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം കപ്പടിച്ചിട്ടില്ല. പിന്നെ 3 വട്ടം ലോക ക്രിക്കറ്റിൽ 2020 ക്രിക്കറ്റിൽ ഇതുവരെ ലോകകപ്പ് ഒരു ടീം നേടിയിട്ടില്ല. ഇതാണ് ചരിത്രം. പക്ഷേ ഇത് ചരിത്ര ക്ലാസ് അല്ല, ഇത് ക്രിക്കറ്റ് മൈതാനമാണ്. ഞങ്ങൾ ചരിത്രം തിരുത്തും എന്ന് രോഹിത് ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ തവണ ഭാരതത്തിനു വേണ്ടി കപ്പ് ഉയർത്തിയ രോഹിത് ശർമ്മ അത് പറഞ്ഞു. ആ രോഹിത് ശർമ്മ പറഞ്ഞത് അതൊരു പ്രൊമോ ആണെങ്കിലും ഇപ്പൊ കേൾക്കുമ്പോൾ മനസ്സിനൊരു കുളിരാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ സ്പെഷ്യലായ ഒരു ഹെഡ്ലൈൻ തന്നെ വെച്ചത്. അപ്പോൾ രോഹിത് ശർമ്മ പറയുന്നു, ചരിത്രം ഞങ്ങൾ തിരുത്തി കുറിക്കും. കൃത്യം ലോകകപ്പിൽ പറഞ്ഞത് പൊന്നായി. ലോകകപ്പിൽ തുടരെ 2 കപ്പടിക്കുന്ന ആദ്യ രാജ്യം, 3 കപ്പ് ആകെ നേടുന്ന ആദ്യ രാജ്യം. 10 എഡിഷനേ ആയിട്ടുള്ളൂ. 10 പതിപ്പുകളിൽ 3 തവണ കപ്പടിക്കുന്നു. പിന്നെ എത്ര ചരിത്രം വേറെ ഉണ്ടെന്നറിയോ? അതായത് ഏറ്റവും ഉയർന്ന 2020 വേൾഡ് കപ്പ് ഫൈനലിൽ സ്കോർ അടിക്കുന്ന രാജ്യം, ഏറ്റവും വലിയ വിജയം 2020 ലോകകപ്പ് ഫൈനലിലെ ഏറ്റവും വലിയ വിജയം, 2020 ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും ഉയർന്ന സ്കോർ അടിക്കുന്ന വ്യക്തിഗത സ്കോർ അടിക്കുന്ന താരമായി സഞ്ജുവാണ്. അപ്പൊ ചരിത്രം അതിങ്ങനെ വഴിമാറുകയാണ് ചിലർ വരുമ്പോൾ, അല്ലേ? അപ്പൊ നമുക്ക് ആ രോഹിത് ശർമ്മയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ऑस्ट्रेलिया, इंग्लैंड, साउथ अफ्रीका, इन सब के अलावा भी इस बार एक ओपोनेंट इंडिया के सामने खड़ा है। हिस्ट्री कहती है T20 में आज तक कोई भी डिफेंडिंग चैंपियन कप नहीं जीता है। हिस्ट्री कहती है कोई भी अपने होम ग्राउंड पर कप नहीं जीता है। हिस्ट्री कहती है कोई भी ये कप 3 बार नहीं जीता है। पर ये हिस्ट्री की क्लास नहीं, क्रिकेट का मैदान है। तो इस बार हम हिस्ट्री डिफीट करेंगे, हिस्ट्री रिपीट करेंगे। ऑस्ट्रेलिया, इंग्लैंड, കൃഷ്ണരാജ്, നമ്മൾ സഞ്ജുവിനെ ആവോളം പുകഴ്ത്തി. ഒരു കായിക പ്രേമി അത് മാറ്റിവെക്കുക, ഒരു കായിക വിദഗ്ധൻ. അതായത് എല്ലാ മാച്ചും കുത്തിയിരുന്ന് കാണും. ഇങ്ങനെ ഓരോ സ്പോർട്സ് ഓരോ കളിയും ഇങ്ങനെ ഇഴകീറിയിരുന്ന് പരിശോധിക്കും. അതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ പണി. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം, ഒരു വിശകലനം, ഇന്നലത്തെ കളിയുടെ ആ ഒരു വിശകലനം എങ്ങനെ ഉണ്ടായിരുന്നു? കളി മൊത്തത്തിൽ ആരായിരുന്നു താരങ്ങൾ? സഞ്ജു അല്ലാതെ മറ്റാരൊക്കെയാണ് പെർഫോം ചെയ്തത്? അശ്വതി, ഞാനൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മൾ വീട്ടിൽ പത്രം വരുമ്പോൾ ആദ്യം പലവട്ടം നമ്മൾ പറഞ്ഞാണ് ഏറ്റവും പിന്നിലെ പേജിൽ നിന്ന് വായിച്ചു തുടങ്ങുന്നവരാണ്. സത്യം, അത് ഇനി എന്തു പറഞ്ഞാലും ശരി. നമുക്ക് എത്രയോ താരങ്ങൾ, മുഹമ്മദ് അസ്റുദ്ദീൻ, അജയ് ജഡേജ, കപിൽ ദേവ്, പിന്നീട് പിൽക്കാലത്ത് വീരേന്ദ്ര സേവാഗ്, VVS ലക്ഷ്മൺ, സൗരവ് ഗാംഗുലി, രാഹുൽ ദ്രാവിഡ്, അങ്ങനെ എത്രയോ താരങ്ങൾ ഇവിടെ ഇങ്ങനെ കയറി പിടിച്ചിരിപ്പുണ്ട്. ക്രിക്കറ്റാണ് ഒരു വികാരമാണത്. നമ്മൾ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു വികാരമാണ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു താരം യുവരാജ് സിംഗ് ആണ്. യുവരാജ് സിംഗ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, യുവരാജ് സിംഗ് എന്ന താരം അത്രമേൽ പെർഫെക്റ്റ് ആയിരുന്നു. നമ്മൾ ധോണിയുടെ സിനിമ കണ്ടിട്ടുണ്ട്. ധോണി ആരാധിച്ചിരുന്ന ഒരു താരമാണ്. ഇങ്ങനെ ധോണി കളി കഴിഞ്ഞ് ഇങ്ങനെ വൈകുന്നേരം പ്രാക്ടീസ് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ യുവരാജ് സിംഗിനെതിരെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ധോണി ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ ആ യുവരാജിൻ്റെ ക്യാപ്റ്റനായി ധോണി, അത് വേറെ. അപ്പോൾ ആ യുവരാജ് സിംഗ് കളിയിൽ മികച്ചവനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനെതിരെ 2020 വേൾഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ ജയിച്ചിട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ യുവരാജിനെ കാണാനില്ല. അപ്പോൾ ഹർഭജൻ സിംഗിന് സംശയം തോന്നിയിട്ട് ചെന്ന് നോക്കുമ്പോൾ ഡ്രസ്സിംഗ് റൂമിലെ ബാത്റൂം പുറത്തുനിന്ന് അകത്തുനിന്ന് കുറ്റിയിട്ടിട്ടിരിക്കുകയാണ്. ശരിക്കും യുവരാജ് രക്തം ഛർദ്ദിക്കുകയായിരുന്നു. അപ്പോൾ ഹർഭജൻ സിംഗ് പറഞ്ഞു, ഞാനിത് ടീമിനെ അറിയിക്കുന്നു. അപ്പം തൊഴുത് പറയുകയാണ്, ദയവ് ചെയ്ത് അറിയിക്കരുത്, എനിക്ക് ഈ കപ്പ് സച്ചിന് വേണ്ടി അടിക്കണം, അതിൽ ഞാനൊരു പ്രധാനപ്പെട്ട ആളാകണം, എൻ്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹർഭജൻ അത് മറച്ചു വെക്കുന്നു. സെമിയിലും ഫൈനലിലും യുവരാജാണ് താരം. ആ ടൂർണമെൻറ്റിൻ്റെ താരം യുവരാജ് സിംഗ് ആണ്. ശരിക്കും അയാൾ ക്യാൻസർ ബാധിതനായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേൾഡ് കപ്പ് നേടിയിട്ടാണ് പിന്നെ ചികിത്സയ്ക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമുണ്ട്, സെഞ്ചുറി അടിച്ച് ഹീറോ ആകുന്ന യുവരാജിനേക്കാൾ ക്യാൻസർ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇന്ത്യൻ കുപ്പായം അണിഞ്ഞ യുവരാജാണ് എൻ്റെ ഹീറോ. അപ്പോൾ ആ ഒരു സന്തോഷം അതെപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ മത്സരത്തിൻ്റെ വിലയിരുത്തൽ ഞാൻ മാത്രം പറഞ്ഞാൽ പോരെ. നമുക്കിപ്പോൾ നമ്മുടെ ക്രിക്കറ്റിൻ്റെ പരിശീലകൻ കൂടിയായ P. ബാലേന്ദ്രൻ സാർ ഒപ്പം ചേരുന്നുണ്ട്. ബാലേന്ദ്രൻ സാർ, നമ്മൾ ഇന്നലെ വലിയൊരു സന്തോഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് മടങ്ങിപ്പോയവരാണ് ഒരു ചർച്ചയ്ക്കൊടുവിൽ. ഇന്നലത്തെ വിജയം അതെങ്ങനെയായിരുന്നു?
അല്ല, വളരെ മധുരിക്കുന്ന ഒരു വിജയം. കാരണം ഇത്രയും കൺവിൻസിംഗ് ആയിട്ടുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ചർച്ചയിലും പറഞ്ഞു, ഇപ്പൊ മുൻ വർഷങ്ങളിലൊന്നും ഇതുപോലെ ഒരു ടീം തുടർച്ചയായി 2 വർഷം ജയിച്ചിട്ടില്ല എന്നുള്ള കഥയൊക്കെ നമുക്ക് മറക്കാം. കാരണം T20 ക്രിക്കറ്റിൽ അതാത് ദിവസം നന്നായിട്ട് കളിക്കുന്ന ടീം ജയിക്കും എന്നുള്ളതാണ് അതിന്റെ തിയറി. അതനുസരിച്ച് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞതുപോലെ വളരെ സന്തോഷമുണ്ട്. അതിലേറെ സന്തോഷം ഇതിൽ സഞ്ജു സാംസൺ എന്ന നമ്മുടെ കുട്ടി ഇത്രയും മികച്ചൊരു പെർഫോമൻസോടെ ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അധികം മധുരം നൽകുന്ന ഒരു കാര്യം. ശ്രീ പി ബാലേന്ദ്രൻ, സഞ്ജുവിൻ്റെ ഇന്നിങ്സിലേക്ക് നമുക്ക് ഒന്നുകൂടി വരണം. നോക്കൂ, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതാണ്, അതായത് സഞ്ജു കാത്തിരിക്കുന്നു, സഞ്ജുവിൻ്റെ ഒരു ഇന്നിങ്സ് കാണാൻ മലയാളികൾ അല്ലെങ്കിൽ കേരളമാകെ കാത്തിരിക്കുന്നു എന്നായിരുന്നല്ലോ നമ്മൾ മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും ഇന്നലെ കാത്തിരുന്നത് ഭാരതം മുഴുവനുമല്ലേ? ഈ ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവരൊക്കെ ആദ്യം നോട്ടമിട്ടത് സഞ്ജുവിനെയല്ലേ? ഞാൻ അതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായി ചിന്തിക്കുകയാണ്. കാരണം ഇതുവരെ നമുക്ക് മലയാളികളാണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നലെ ഇന്ത്യക്കാർ മുഴുവൻ, ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരും സഞ്ജുവിലേക്ക് നോട്ടമിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു സ്ഥിതി. അത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനെ ജസ്റ്റിഫൈ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, എല്ലാവർക്കും സന്തോഷം പകർന്നുകൊണ്ട് ഈ സമാപനം ഇത്ര ഭംഗിയാക്കാൻ സഞ്ജുവിന് സാധിച്ചു എന്നുള്ളതിൽ മലയാളികൾക്ക് അഭിമാനിക്കാം, ഇന്ത്യക്കാർക്ക് മൊത്തമായിട്ടും അഭിമാനിക്കാം. ബാലേന്ദ്ര സാർ, ഈ അഭിഷേക് ശർമ്മ വീണുപോയ, ഞാൻ പറഞ്ഞില്ലേ, കയറ്റിറക്കങ്ങൾ കണ്ട ഒരു ലോകകപ്പാണിത്. കാര്യം സഞ്ജു കളിക്കുമെന്ന് ഉറപ്പായിരുന്ന സഞ്ജു പുറത്തിരിക്കുന്നു. ഇഷാൻ കിഷൻ കളിക്കില്ലെന്ന് കരുതിയ ഇഷാൻ കിഷൻ ഓപ്പണറായി കളിക്കുന്നു. പിന്നെ അഭിഷേക് ശർമ്മയുടെ കാര്യത്തിലും അത് തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആകെ 6 മത്സരം കഴിയുമ്പോൾ 86 റൺസാണ് ആകെ എടുത്തത്. ഒരു 50 സിംബാബ്വെക്കെതിരെ എടുത്തത് ഒഴിച്ചാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ അഭിഷേക് ശർമ്മ ഇന്നലെ കളിച്ച രീതി, ഒരുപക്ഷെ സഞ്ജു ഒരു ആങ്കർ റോളിലേക്ക് മാറാൻ കാരണം ആ അഭിഷേക് ശർമ്മന്റെ അടിയായിരുന്നു അല്ലേ? സംശയമൊന്നുമില്ലാതെ പറയാം. പക്ഷെ അത് മാത്രമല്ല, ഇന്നലെ നമ്മുടെ ചർച്ചയുടെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയുകയുണ്ടായി. ഈ 2 ഇടദിവസങ്ങളിൽ കിട്ടുന്ന സമയത്ത് പരിശീലകരായിട്ടുള്ള അവരുടെ ബാറ്റിംഗ് കോച്ചും മെയിൻ കോച്ചും എല്ലാം എത്രത്തോളം ഈ അഭിഷേക് ശർമ്മയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ സാങ്കേതികത്വം പറഞ്ഞല്ല, അദ്ദേഹത്തിന്റെ കഴിവുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, പണ്ട് ഞാൻ പറയുകയാണെങ്കിൽ രാമായണത്തിൽ ജാമ്പവാൻ ഹനുമാന് ശക്തി പറഞ്ഞു കൊടുത്ത പോലെ ഒരു അത്തരത്തിലൊരു ഉപദേശം കൊടുത്ത് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ആ ഒരു ശൈലിയിൽ കളിക്കാനുള്ള രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതിന്റെ അഫ്കോഴ്സ് സഞ്ജുവിന്റെ ആ ഒരു പാർട്ട്ണർഷിപ്പിനുള്ള മെറിറ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആ കോച്ചിങ് സ്റ്റാഫിന്റെ ഇൻവോൾവ്മെന്റും അതുപോലെ അവർ കൊടുത്ത ട്രസ്റ്റും തീർച്ചയായിട്ടും അഭിഷേക് ശർമ്മയ്ക്ക് ഫേവറബിൾ ആയിട്ട് വർക്ക് ചെയ്തു. സാർ, ഇന്നലെ എല്ലാവരും പറഞ്ഞു കളി ഭയങ്കര ഈസി ആയിരുന്നു, ന്യൂസിലൻഡിനെതിരെയുള്ള കളി ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ബുംറയല്ലേ ആ കളി കുറച്ചധികം ഈസി ആക്കി കൊടുത്തത്. അതുണ്ട്. പക്ഷെ അല്ലെങ്കിൽ പോലും എനിക്ക് 255 റൺസ് ന്യൂസിലാൻഡ് തിരിച്ചടിക്കും എന്നുള്ള യാതൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല. എല്ലാം ഇന്നലെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഈ അലന്റെ ഇന്നിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ വൺസ് ഇൻ എ ലൈഫ് ടൈം ഇന്നിങ്സ് ആണ്. അല്ലാതെ അദ്ദേഹം ഇപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിലെ പോലെയുള്ള ഒരു ക്വാളിറ്റി നോക്കൊന്നും ആയിരുന്നു തോന്നല്ല. ഇത് ഫുൾ ഓഫ് പവർ ഹൗസ്, അങ്ങനത്തെ ഒരു ബാറ്റിംഗ് ആയിരുന്നു. അതൊന്നും എന്നും ആവർത്തിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അദ്ദേഹത്തിന് ഇന്നലെയാണെങ്കിൽ ഒരു അവസരം കിട്ടി, അത് മുതലാക്കാൻ സാധിച്ചില്ല, പിന്നെ അടിച്ച് ഔട്ടായി, അങ്ങനെയൊക്കെ. ന്യൂസിലൻഡിന്റെ അകത്ത് ഒരു ക്വാളിറ്റി ബാറ്റർ ഹു ക്യാൻ ക്യാരി ദ ഇന്നിങ്സ് എന്നുള്ളതിൽ വാസ്തവത്തിൽ ഡാരൻ മിച്ചൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഷിപ്പി ബാലേന്ദ്രന് ഒന്ന് ചിന്തിച്ചറിയുന്ന ബൗളർക്ക് മുന്നിൽ ഫിൻ അല്ലന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യ ഓവറിൽ തന്നെ ശിവദുബെ ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തില്ലെങ്കിലുള്ള അവസ്ഥ അറിയാലോ. അതെ, അത് തന്നെ. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു, ഈ അക്സർ പട്ടേലിനെ പോലെ അതിലൊരു സ്പിന്നറെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ റിതം അപ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ബാറ്റർമാർക്ക് അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു രീതിയൊന്നും ഇല്ല അവരുടെ കയ്യിൽ. അപ്പൊ വാസ്തവം പറഞ്ഞാൽ അവർ നല്ലൊരു പ്ലെയർ എന്ന് പറയാൻ ക്വാളിറ്റി ബാറ്റർ ഉള്ളത് ഡാരൻ മിച്ചലാണ്. അൺഫോർച്ചുനേറ്റ്ലി അവർ അയാളെ ഉപയോഗിക്കുന്നുമില്ല. T20 ക്രിക്കറ്റിൽ ഒരു 5-ാമനായിട്ടൊക്കെ ഇറക്കി വിട്ടിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത സമയത്താണ് അദ്ദേഹം ഇറങ്ങുന്നത്. അദ്ദേഹത്തിന് ഈ ന്യൂസിലാൻഡ് പരമ്പര, ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പരയിൽ അദ്ദേഹം ഏറ്റവും തിളങ്ങുന്ന ഒരു പ്ലെയറാണ്. അത് അദ്ദേഹത്തിന് ഈ ടൂർണമെന്റിൽ ആകെ ഇവർ ഉപയോഗിക്കാതെ വിട്ടത് എന്തുകൊണ്ടാണെന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തി. ശരി, നമ്മുടെ ഇഷാൻ കിഷന്റെ മികവ് തുടരെ നന്നായി കളിച്ചല്ലോ. ഒരുപക്ഷെ സഞ്ജുവിന്റെ ഇടം പിടിച്ചെടുത്ത താരമാണ്. പക്ഷെ സഞ്ജു അതുക്കും മേലെ വന്നു. എങ്കിലും ഇഷാൻ കിഷൻ എന്ന താരത്തിന്റെ ബാറ്റിംഗ്, ഫീൽഡിംഗ് അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഇഷാൻ കിഷൻ ഇത്രയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് നമുക്ക് തോന്നുന്നു പോലും ഇല്ല. അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിന്റെ ഒരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ അതിന്റെ ആ രീതിയും കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും ഈ ടീമിലെ സ്ഥാനം തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു കൺസേൺ ഉള്ള അവസ്ഥയിലായിരിക്കും എന്നുള്ളത് നിസ്സംശയം പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയില്ല.
യെസ്, അദ്ദേഹം തീവണ്ടിയിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് റേഞ്ച് കട്ടാവുകയാണ്. ഏതായാലും വളരെ ഇഷാൻ നന്ദി. കിഷന്റെ കാര്യം പറയുമ്പോഴേ ഒരുപക്ഷെ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് ഇന്നലെ മറികടക്കാൻ സഞ്ജു കഴിഞ്ഞപ്പോൾ ഇഷാൻ കിഷനും ഒരു സാധ്യത ഉണ്ടായിരുന്നു. 9 മത്സരങ്ങളിൽ നിന്ന് 317 റൺസ്, 117. സഞ്ജു 321 റൺസ്, വിരാട് കോഹ്ലി 319 റൺസ്. അതായത് സഞ്ജു 5 മത്സരങ്ങളിൽ നിന്നാണ് 321 റൺസ് ആ, എടുത്തത്. yes, yes. വിരാട് കോഹ്ലി 6 മത്സരങ്ങളിൽ നിന്ന് 319 റൺസ്, ഇഷാൻ കിഷൻ 9 മത്സരങ്ങളിൽ നിന്ന് 317 റൺസ്. ഞാൻ അതാണ് ഈ പറഞ്ഞത്, സഞ്ജുവിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് ഓൺലി 5 മാച്ചസ്, 5 കളികളെ കളിച്ചിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യം കണ്ട ചിത്രം എന്താ, മലയാളികൾ ഏറ്റവും വേദനയോടെ കണ്ട ചിത്രം എന്താ, സഞ്ജു സാംസൺ ഒരു ഡഗ്ഔട്ടിൽ വളരെ നിരാശനായിരിക്കുന്ന സഞ്ജു സാംസൺ. പക്ഷേ പ്രൊഫഷണൽസ് ആണ് കേട്ടോ, അവർ പ്രൊഫഷണലി അവർ അത് സ്വയം അംഗീകരിക്കുന്നവരാണ്. ഞാൻ പുറത്താണ്, ഇനിയിപ്പോൾ എന്താ, എൻ്റെ കൂടെ ഉള്ളവർ കളിക്കട്ടെ എന്നുള്ള അത്രയും പക്ക മൈൻഡാണ് അവരുടെ. അങ്ങനെയാണ് അവർ ശീലിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിരാശനായിരിക്കുക എന്ന് പറഞ്ഞാൽ അവസരം സ്വയം നശിപ്പിച്ചല്ലോ എന്നോർത്ത നിരാശയാണ്, അല്ലാതെ ഇവരെൻ്റെ അവസരം നശിപ്പിച്ചു എന്നല്ല, എനിക്ക് അവസരം തന്നില്ല എന്നല്ല. അപ്പോൾ ആ സഞ്ജു പുറത്തിരിക്കുന്ന സഞ്ജു ചിത്രത്തിലേ ഇല്ലല്ലോ. പിന്നെ ദേ കിട്ടിയ അവസരങ്ങളൊക്കെ നശിപ്പിച്ചു വന്നിരിക്കുന്നു എന്നാണ് മുഴുവൻ മലയാളികളും പറഞ്ഞത്. അതെ, തുടരെ സിക്സറുകൾ അടിച്ച ഒരു ആവേശം സഞ്ജുവിന് ഉണ്ടായിരുന്നു. അതായത് ഒരു ഫിയർലെസ് ബാറ്റിംഗ് ആണ് നമ്മൾ മുൻപ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ T20 നമ്മളൊന്ന് പരിശോധിച്ചാൽ ആ രണ്ടാമത്തെ T20 ഒരു ഫിയർലെസ് ബാറ്റിംഗ് പുറത്തെടുത്തെങ്കിലും സഞ്ജു കുറച്ചുകൂടി ഗെയിം അവയർനെസ് ഒക്കെ ഉൾക്കൊണ്ട് കുറച്ചുകൂടി ഒരു പക്വതയോടുകൂടി ഗ്രൗണ്ട്. അതെ, അത് അങ്ങനെ പറയുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഈ സഞ്ജു ഇങ്ങ് നാട്ടിൽ മടങ്ങിയതിനു ശേഷം ഇനി ഇന്റർവ്യൂ ഒക്കെ കൊടുക്കും. ഇതിന് മുൻപത്തെ ഇന്റർവ്യൂകൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ബേസിൽ ജോസഫിനോടുള്ള ഇന്റർവ്യൂവിൽ പറയുന്നത്, ചേട്ടാ എനിക്ക് എല്ലാ ബോളും അടിക്കണം, ആരെങ്കിലും പന്തറിഞ്ഞാൽ എല്ലാം അടിക്കണമെന്നാണ് സഞ്ജുവിൻ്റെ മനസ്സിൽ. അത് മാത്രമല്ല, ഒരു നമ്മുടെ സൗത്ത് സോൺ മാച്ചാണെന്ന് തോന്നുന്നു, അതിൽ സഞ്ജു പിന്നെ അപ്പുറത്തേക്കുന്ന ബാറ്ററോട് പറയടാ ഇവൻ വൻ ജാട, ഇവനെ അടിക്കണം എന്ന് പറയുന്ന വിഷയമുണ്ട്. അപ്പോൾ സഞ്ജുവിന് ഡയലോഗ് ഒന്നുകൂടി ഇമിറ്റേറ്റ് ചെയ്യാമോ? സഞ്ജുവിന്റെ ലക്ഷ്യം എന്താ, എല്ലാ പന്തുകളും ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സഞ്ജുവിന്റെ ഒരു സ്ട്രാറ്റജി. അതാണ് ഹിറ്റ് ചെയ്ത് എല്ലാ പന്തും. അഭിഷേക് ശർമ്മയെ പോലെയല്ല, കുറച്ചുകൂടെ മെച്ചൂറാണ്. കാരണം ഒരു രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിനെ വർഷങ്ങൾ നയിച്ച ക്യാപ്റ്റൻ കൂടിയാണ്. അപ്പോൾ അത്രയും സെൻസുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ സഞ്ജു സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കും. അത് നമ്മൾ നമീബിയക്കെതിരെ ഒരു അവസരം കിട്ടിയപ്പോൾ കണ്ടു. നന്നായി അടിച്ചു തുടങ്ങി, പക്ഷെ പെട്ടെന്ന് ഔട്ടായി. അടുത്ത മത്സരത്തിൽ വീണ്ടും ഒരു അവസരം കിട്ടുന്നു, അതിലും അങ്ങനെ അടിച്ച് പുറത്താവുന്നു. ഈ 20+ അടിക്കുകയാണ്. പക്ഷേ 20+ അല്ല, ഒരു 30+ ആണെങ്കിൽ വീണ്ടും ഓക്കെയാണ്. 2020 ഒരു 30+ എന്ന് പറഞ്ഞാൽ 1 ഡേയിൽ ഒരു 50ക്ക് തുല്യമാണ്. അപ്പോൾ 30+ വന്നില്ല, പിന്നെ അവസരം കിട്ടുന്നില്ല, പുറത്തിരിക്കുന്നു. അപ്പോൾ എല്ലാ മലയാളികളും പറയുകയാണ്, ഇയാൾ എന്താ ഇത്, അവസരം കിട്ടിയിട്ട് നശിപ്പിക്കുകയാണ്. പക്ഷേ സഞ്ജുവിൻ്റെ ട്രാക്കിലായപ്പോൾ ആ മലയാളികൾ അങ്ങ് ഒപ്പം ചേർന്നു. അടിക്കുമുത്തേ, ചേട്ടൻ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ ഇപ്പോൾ വിഴിഞ്ഞത്ത് സഞ്ജുവിൻ്റെ നാട്ടിൽ കുറേ പ്ലക്കാർഡുകളൊക്കെ ഉയർത്തി, നീ വിഴിഞ്ഞത്ത് എവിടെ എന്ന് ചോദിച്ചിട്ട് ഫ്ലെക്സ് ഇറക്കി. അപ്പോൾ സഞ്ജു അയാളുടെ പാറ്റേണിലേക്ക് വന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെ 2020 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റാൽ ഭാരതം പുറത്താണ്. അപ്പോൾ അങ്ങനെ പുറത്താകുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ 97 റൺസ് എടുത്ത് സഞ്ജുവാണ് ഭാരതത്തെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ എല്ലാവരും നോക്കി, സഞ്ജു കൊള്ളാം, നല്ല ഉഗ്രം പ്ലെയറാണ്, നോക്കൂ കൃത്യസമയത്ത് അയാൾ കളിച്ചു, ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. നെക്സ്റ്റ് മാച്ച് ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനൽ പോരാട്ടമാണ്. അവിടെയും തോറ്റാ പറയും, നോക്കൗട്ട് മാച്ചസ് ആണ്. അപ്പോൾ ആ കളിയിലും സഞ്ജു 89 റൺസ് എടുത്ത് ടീമിനെ ലീഡ് ചെയ്യാണ്. നെക്സ്റ്റ് മാച്ച് അപ്പോൾ നമ്മൾ ഇന്നലെ ആശങ്കപ്പെട്ടു, സഞ്ജു കളിക്കുന്നു, മറുവശത്ത് എല്ലാവരും വന്ന് ചെറിയ സ്കോർ അടിച്ച് പോകുന്നു, പിന്തുണ കൊടുക്കുന്നു എന്നതിനപ്പുറം അതൊരു വലിയ പാർട്ട്ണർഷിപ്പായി മാറുന്നില്ല. ഇനി സഞ്ജു എങ്ങാനും ഫൈനലിൽ നേരത്തെ പുറത്തായാൽ പണി കിട്ടുമോ എന്നെല്ലാവരും ആലോചിച്ചാണ്. പക്ഷേ കൃത്യസമയത്ത് അഭിഷേക് കളിച്ചു, കൃത്യസമയത്ത് ഇഷാൻ കളിച്ചു, തിലക് വർമ്മ നന്നായി കളിച്ചു, പിന്നെ ബുംറയുടെ കാര്യം നമ്മൾ പറയണ്ടല്ലോ. എന്തായിരുന്നു മാസ്മരിക പ്രകടനം. എനിക്കൊന്നു സഞ്ജു കൂടുതൽ ഈ T20 ഒരു എന്താ പറയുക സ്പിന്നർമാരെ കറക്കിക്കൊണ്ട് ആ ഒരു ഷോട്ടായിരുന്നു കൂടുതൽ, ലോഫ്റ്റഡ് ഷോട്ടും അതുപോലെ റിവേഴ്സ് സ്വീപ്പുമാണ് എനിക്ക് സഞ്ജുവിനും കൂടുതൽ അതൊരു ഗുണമായെന്ന് തോന്നുന്നു അല്ലേ? സഞ്ജു എപ്പോഴും ഒരു റിവേഴ്സ് സ്വീപ്പിനൊന്നും പോകാറില്ല. സഞ്ജു എപ്പോഴും ഡ്രൈവ് ഷോട്ട്സ് അല്ലെങ്കിൽ ഒരല്പം ലൂസ് ബോൾ ആണെന്ന് എപ്പോൾ ഫീൽ ചെയ്യുന്നു ആ ബോൾ ഹിറ്റ് ചെയ്യും. അപ്പോൾ ജോഫ്ര ആർച്ചർ അല്ല, ആര് വന്നാലും സഞ്ജുവിന് ആ ബോൾ പിക്ക് ചെയ്യാൻ പറ്റുന്ന, അടിച്ചകറ്റാൻ പറ്റുന്ന ബോളാണെന്ന് ബോധ്യം വന്നാൽ സഞ്ജു അടിക്കുക തന്നെ. ഇംഗ്ലണ്ടിന്റെ കളി വന്നപ്പോൾ ആർച്ചറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു
നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ആർച്ചറിന്റെ ഷോർട്ട് ബോൾ ഒന്നും നമ്മുടെ സഞ്ജുവിന്റെ ബാറ്റിന് മുൻപിൽ ഒന്നും അല്ലാന്നങ്ങ് തെളിയിച്ചു കൊടുത്തു അല്ലേ. തീർച്ചയായും അത്ര അസാധ്യമായിട്ടാണ് പന്തൊക്കെ അടിച്ച് പറത്തുകയായിരുന്നു. യെസ്. അപ്പോൾ നമ്മൾ ആധികാരികമായ വിജയം നേടുന്നു. 2020 ലോകകപ്പിലെ ഏറ്റവും വലിയ വിജയമാണ് ചരിത്രത്തിൽ ഭാരതം ഇന്നലെ നേടിയത്. ഒരു രാജ്യം തുടരെ 2 ലോകകപ്പ് നേടുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. ഒരു രാജ്യം 3 ലോക കിരീടങ്ങൾ 2020 വേൾഡ് കപ്പിൽ നേടുന്നത് ഇതാദ്യമാണ്. ഒരു രാജ്യത്തിനു വേണ്ടി ഏറ്റവും ഉയർന്ന സ്കോർ ഒരു താരം നേടുന്നത് സഞ്ജു സാംസണാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഏറ്റവും മികച്ച ഒരു ടീം വർക്കിലൂടെ ഭാരതത്തിന് 3ാം 2020 ലോക കിരീടം നേടിക്കൊടുക്കുന്നു. അതിലുള്ള സന്തോഷം, അതിലുള്ള അഭിമാനം ഒക്കെ എല്ലാ പ്രേക്ഷകർക്കും സമർപ്പിക്കുകയാണ്. അപ്പോൾ നെഞ്ചിനകത്ത് ആരാന്ന് വെച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, ഇപ്പോ സഞ്ജു ഏട്ടൻ മാത്രമാണ്. യെസ്, നമ്മൾ സഞ്ജുവിന്റെ വരവ് ആഘോഷിക്കും. നമ്മൾ പ്രത്യേക വരവേൽപ്പ് നൽകും. ഉറപ്പല്ലേ? പിന്നെ അല്ലേ, ഉറപ്പാണോന്നോ? സഞ്ജുവിന്റെ അച്ഛൻ ഇന്നലെ കാര്യം പറഞ്ഞു കേട്ടോ. സഞ്ജു സാംസൺ തിരിച്ചു വന്നിരിക്കും, അതെനിക്കറിയാം എന്ന് സഞ്ജുവിന്റെ അച്ഛൻ പറഞ്ഞു. സഞ്ജു സാംസൺ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു പ്രമുഖ ചാനലെടുത്ത ഇന്റർവ്യൂവിൽ സഞ്ജുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, 10 വർഷത്തിന് ശേഷം ഞാൻ സഞ്ജുവിനെ കാണുന്നത് എന്താണെന്ന് സഞ്ജു പറയും. അപ്പോൾ സഞ്ജു പറയുന്നുണ്ട്, ഇന്ത്യൻ ടീമിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ടാണ് തൻ്റെ അച്ഛൻ കാണുന്നത്. എന്തായാലും അച്ഛൻ ഇതൊരു അഭിമാന നിമിഷം കൂടിയാണ്. കാരണം അച്ഛൻ അന്ന് പറഞ്ഞത് സഞ്ജു ഇന്ന് അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. യെസ്, ഏതായാലും വളരെ സന്തോഷം, അഭിമാനം. നമ്മുടെ സഞ്ജു, നമ്മുടെ ചേട്ടന്റെ പിൻബലത്തിൽ ഭാരതം ഒരു കിരീടമുയർത്തുന്നു. 2020 നമ്മുടെ മുത്താണ് സഞ്ജു, നമ്മുടെ സ്വത്താണ് സഞ്ജു, നമ്മുടെ എല്ലാമാണ് സഞ്ജു. യെസ്.